ബീഫ് അല്ലാണ്ട് വേറെ എന്തൊക്കെ ബീഫ് ഫ്രൈയും ബീഫ് ചില്ലിയും താറാവും നാടൻ കോഴി. താറാവാണോ വയ്ക്കോ? താറാവ് പെപ്പറാണ്, നാടൻ കോഴി തേങ്ങ വറുത്തരച്ചാണ്. താറാവും ചില്ലിയും താറാവും ബീഫ് ബീഫ് നിർബന്ധാ? താറാവും നല്ല എരുണ്ട്. താറാവാ കമ്പനിക്കാരൻ്റെ ഷോപ്പിലേക്കുള്ള ഓണം പർച്ചേസ് ആയിട്ടുള്ള പോക്കാണ്. അപ്പോൾ അതിന് പോയാൽ പിന്നെ വൈകുന്നേരം ആവും. അപ്പോൾ എന്തായാലും ഫുഡ് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മളെ ഗീതാഭവനിൽ കയറി നമ്മൾ നടക്കാറുള്ള തിരക്കില്ലെങ്കിൽ ചെറിയൊരു വീഡിയോ കൂടി ചെയ്യാം നമുക്ക്. അപ്പോൾ അകത്തേക്ക് കയറിയപ്പം തിരക്കായി വരുന്നൊരു സമയം കേട്ടോ. എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മൾ കോഴിക്കോടുള്ള എല്ലാവർക്കും അറിയാം ബിന്ദു ചേച്ചി, ഗീത ഹോട്ടൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ ചേച്ചി വന്ന് ഓർഡറൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ നെയ്ച്ചോറാണ് പറഞ്ഞത്, നെയ്ച്ചോറും കുറച്ച് കറികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഐറ്റംസൊക്കെ ഇങ്ങനെ ഉള്ളി, പപ്പടം, അച്ചാറ്, സോയാബീനൊക്കെ ഉണ്ട്. നെയ്ച്ചോറ് വന്നിട്ടുണ്ട്. നല്ല ചെറിയ അരിയിലുള്ള വിട്ട് വിട്ട് നിൽക്കുന്ന ടൈപ്പ് നെയ്ച്ചോറ് കേട്ടോ. പിന്നെ കറികളായിട്ട് ഇതിൻ്റെ കൂടെ വരുന്ന ഫുഡ് കേക്കും നമ്മളെ ബീഫ് ചില്ലി. ഇതാണ് ചിക്കൻ്റെ ഒരു പൊടി ഇവിടെ കിട്ടും കേട്ടോ. ചിക്കൻ പൊരിച്ചതിൻ്റെ കൂടെ വരുന്നതാണ്. ഭയങ്കര ഒരു ടേസ്റ്റാണ്. എല്ലാവരും വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് 2-3 പേരൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു പൊടിയാണ്, തേങ്ങയൊക്കെയാണ്. കഴിച്ചു നോക്കട്ടെ. നല്ല വെളിച്ചെണ്ണേൻ്റെ ഒരു ഫ്ലേവർ കേട്ടോ. അപ്പോൾ ചേച്ചി കുറച്ച് കൊണ്ടു തന്നായിരുന്നത്. പിന്നെ നമ്മളെ ബീഫ് ചില്ലി അതിങ്ങനെ എടുക്കുക. ശരിക്കും കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കഴിക്കണം. നാരങ്ങ അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ വെച്ച് നോക്കട്ടെ. അത്യാവശ്യം എരിവുള്ളൊരു സാധനം കേട്ടോ. നല്ല തിക്ക് ഗ്രേവി, പിന്നെ ചെറിയ ചെറിയ കുറച്ച് പീസുകളുണ്ട് കേട്ടോ. നെയ്ച്ചോറിന് പറ്റിയൊരു ഗ്രേവി അല്ലേ, കണ്ടിട്ട് എന്തായാലും കഴിച്ചോട്ടെ. അല്ലേ, എല്ലുള്ള പീസായിട്ട്. താറാവുമ്പോൾ അങ്ങനെ ഞാൻ അധികം കഴിച്ചിട്ടില്ല. ഇവിടെ നിന്ന് ഇപ്പോൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് താറാവ്. കുറച്ചൊരു മധുരമുള്ളൊരു ഫ്ലേവറാണ്. പിന്നെ ഇത് ആ നെയ്ച്ചോറിൻ്റെ കോംബോ ആയിട്ട് വരുന്ന ചിക്കൻ ഗ്രേവിയാണ്. പീസൊക്കെ ആയിട്ട് നോർമൽ ഗ്രേവി ആയിരിക്കും. നോക്കട്ടെ, കഴിച്ചു നോക്കാം എന്തായാലും. പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ പപ്പടം, അച്ചാറ്, സോയാബീൻ, ഉള്ളി, അങ്ങനത്തെ അതൊക്കെ നല്ല പപ്പടമൊക്കെ കിട്ടുന്ന നല്ല കാര്യം. എന്തായാലും കഴിച്ചു നോക്കാം. കഥയും എല്ലാവരോടും വർത്താനം പറ്റും. ഞാൻ നാളെ ആദ്യമായിട്ട് കഴിക്കുന്നത്. ഇവിടുന്ന് മുമ്പ് കഴിച്ചില്ല. ഫുള്ളൻ എല്ലാം കഴിക്കും. ചെറിയ പീസാണ് ഫുള്ളൻ. ഗ്രേവി ഒരു ചെറിയ മധുരമല്ല. നല്ല എരുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ചേച്ചി 2 ചിക്കൻ പൊരിച്ച കൊണ്ടുവച്ചു കേട്ടോ. ആ പൊടി ആയപ്പം കുറച്ച് തോനായപ്പം ചേച്ചി എടുത്ത് തന്നായിരിക്കും. ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടേ. നോക്കട്ടെ, ഇത് കഴിച്ചോട്ടെ.
നല്ല ചൂടും അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ വെളിച്ചെണ്ണേൻ്റെ ഫ്ലേവർ വല്ലാതെ എടുത്ത് നിൽക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ആയിരിക്കും പൊരിക്കുന്നത്. ഞാൻ കിച്ചണിൽ കയറിയിട്ടില്ല, അതുകൊണ്ട് എന്തായാലും എടുത്തത് പൊടി തേങ്ങയാണ് എടുത്തോ. നല്ല ഫ്ലേവർ വെളിച്ചെണ്ണേൻ്റെ കേട്ടോ. എല്ലാവരും ഈ ചിക്കൻ പൊരിച്ചതും ഈ പൊടി നന്നായിട്ട് വാങ്ങി കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പൈസ വാങ്ങാൻ ആളെ ചെയ്യില്ല. ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോകാനായിട്ട് അപ്പോൾ ഇത് ലൊക്കേഷനൊക്കെ ഗൂഗിൾ മാപ്പിലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ കോഴിക്കോട് ഈസ്റ്റ് നടക്കാവ് ഗീതാഭവൻ.